സമയം രാത്രി 12:30. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തെ വീട്ടിൽ അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? ദമ്പതികളും മകനും ഭർത്തൃപിതാവും മാത്രം താമസിച്ചിരുന്ന വീട്ടിൽ ഒരു കൊലപാതകം നടന്നത് മറ്റാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? തെള്ളകത്തെ വീട്ടമ്മയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ലീനയുടെ മരണത്തിൽ ഭർത്താവ് ജോസിനെ ചോദ്യം ചെയ്തെങ്കിലും യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ പോലീസ് വിട്ടയച്ചു. ലീന സ്വയം കഴുത്തു മുറിച്ച് മരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ലീനയുടെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ലഭിച്ച വിവരം. കൊലപാതകമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ഡോക്ടർ മൊഴി നൽകിയതോടെയാണ് പോലീസ് ജോസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. എന്നാൽ വിശദമായി ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പോലീസിനായില്ല. മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയെന്ന നിലയിൽ ലീന സ്വയം കഴുത്തിന് കത്തിക്കൊണ്ട് മുറിവുണ്ടാക്കിയതാകാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വീടിന്റെ പിൻഭാഗത്താണ് ലീനയുടെ മൃതദേഹം കഴുത്തിന് മാരകമായ മുറിവേറ്റ നിലയിൽ കാണപ്പെട്ടത്. രാത്രി 12:00 മൂത്ത മകൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത്. ഈ സമയം ലീനയുടെ ഭർത്താവ് ജോസും ഇളയ മകനും ജോസിന്റെ പിതാവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്നവർ സംഭവത്തെക്കുറിച്ച് അറിയാഞ്ഞത് എന്ത് എന്ന സംശയം പോലീസിന് ബാക്കിയാണ്. മുറിവ് കഴുത്തിനായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ശബ്ദം കാര്യമായി വന്നില്ലേ എന്നതാണ് മറ്റൊരു സംശയം. ഏതായാലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം.